ഇത്തവണ ഓണം എക്സാം എഴുതിയപ്പോ നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, പരീക്ഷയുടെ തലേ ദിവസം മാത്രം ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല മാർക്ക് വാങ്ങാമായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പഠിക്കാൻ വിചാരിക്കാഞ്ഞിട്ടാണ് ഇതുവരെ നമുക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഓണം എക്സാം എഴുതിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അല്ലെ. നമ്മൾ പഠിക്കുന്ന രീതി കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് എക്സാമിന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഇതുവരെയുള്ള ഒരു പഠനത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാനും ഈ ഒരു ഓണം എക്സാം കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് പാളിച്ചകൾ അവിടെ ഇവിടെ കേട്ടൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി സ്ഥിതിക്ക് ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണ്ടേ, വേണം അല്ലെ. കാരണം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പൊ അതിനി അധികം മാസങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് ഫുള്ള് സെറ്റ് ആക്കണ്ടേ, റെഡി ആക്കണം അല്ലെ. അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിക്കലൊക്കെ ഇനി നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കിഡിലൻ റോഡ് മാപ്പ് കിട്ടിയാലോ, തകർക്കൂലേ. അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് പഠിക്കണം, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഇനി സെറ്റ് ആക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കിഡിലൻ റോഡ് മാപ്പ് തരാനും അതേപോലെ തന്നെ നമ്മുടെ USS എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പൊ അത് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണ്ടേ. അതിനും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അവസാന നിമിഷത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ USS എക്സാമിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ USS എക്സാമിന് എങ്ങനെയൊക്കെയാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെയാണ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് നമ്മൾ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു അടിപൊളി ഒരു കിഡിലൻ ഇവന്റുമായിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ആ ഇവന്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം, അങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ സാറ്റർഡേ ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇവന്റ് നടക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് വേഗം തന്നെ വരാനായിട്ട് പറയാ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള നമ്മുടെ എല്ലാ ദിവസങ്ങളും എങ്ങനെ കറക്റ്റ് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആരും മിസ്സാക്കരുത്. അപ്പൊ ഈ ഒരു ഇവന്റ് എല്ലാവരും റെഡി ആണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, റെഡി മിസ് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കും എന്നുള്ളത് വേഗം തന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യുക.